നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാര് അവരാണല്ലോ നമ്മുടെ മെയിൻ ആൾക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രചോദ് ചേട്ടാ. സന്തോഷമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട് പറയാൻ. ഒന്ന് സ്കിറ്റ്, രണ്ട് അനുദിനം നമ്മുടെ പ്രോഗ്രാമിംഗ് വളർന്നുകൊണ്ടിരിക്കുന്നു. അതെ. മൂന്ന് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ സ്കിറ്റൊക്കെ കാണാനും ആസ്വദിക്കാനും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രാമനാട്ടുകരയിലെ പാലമരച്ചോട്ടിലെ വയോജന കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നല്ല കഴിഞ്ഞ ആദ്യത്തെ സ്കിറ്റ് വിളിക്കേ. ഒരു ഐറ്റം ടീമാണ് വരാൻ പോകുന്നത്. ആരാണ്? മനോജ് ചേട്ടനുണ്ട്, അജയ് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ സിനിമാ താരം സുമി. മൂന്ന് പേർക്ക് ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം. അതല്ലടാ, സുമി സിനിമയിൽ പോയിട്ട് വന്നാല് പെട്ടെന്ന് ഒന്ന് സാധനം പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അവർക്ക്? പിന്നെ അതൊക്കെ പറ്റും. സാർ ഒന്ന് കാണു സാറെ കണ്ടിട്ട് സാർ വിലയിരുത്തും. സാർ ചുമ്മാ ഞങ്ങളെ കുട്ടികളെ കുറിച്ച് ഞങ്ങള് പറഞ്ഞത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളെ തല്ലിക്കും. അത് കഴിഞ്ഞിട്ട് സാർ അഭിപ്രായം പറയൂ. സാർ ആവശ്യമില്ല തോക്കി കയറി വെടിവെക്ക്. ഞാൻ പോവുക. പെർഫോമൻസ് കണ്ടിട്ട് സാർ അവരുടെ സ്കിറ്റ് കണ്ടിട്ട് പോയാൽ മതി. അവരെ വിളിച്ചു എഴുന്നേക്കുന്ന കിട്ടിയെങ്കിൽ അത് പ്രൊമോ ആക്കിക്കോ. ലെറ്റ്സ് വെൽക്കം മൂന്ന് പേര്. ഇത് ഐറ്റം വേറെ. മീനിറക്കാം ഇങ്ങോട്ടാ. എടുക്കല്ലേ നമ്മുടെ അങ്ങോട്ട് പൈസ തന്നിട്ടില്ലേ? 50 രൂപ തന്നിട്ടില്ലേ? മീനിടാനാ 50 രൂപ തരും. മൊത്തം വാരിക്കൊണ്ട് പോകും. മര്യാദ കൈ ഞാൻ തല്ലി ഓടിക്കും. ഈ ചെറുക്കന്റെ സംസാരം കേട്ടാ തോന്നുവല്ല നീ ചോറ് കൊടുത്ത് വളർത്തുന്ന മീനാന്ന്. ഞാൻ വില എടുത്ത് ഞാൻ ഹാർബറിൽ നിന്ന് കൊണ്ടുവരുന്ന അതൊക്കെ ഉള്ളൂ. വേറെ ആർക്കും കൊടുക്കണ്ടായിരിക്കും പറഞ്ഞല്ലേ. നിങ്ങൾക്ക് മാത്രം വന്നേ കൂട്ടി. മതിയേ നേരം വെളുത്ത ഒരു കറി വെക്കണം എന്നുണ്ടെങ്കിൽ ആറൊക്കെ വായിരിക്കുന്ന തെറി വെക്കണമെന്ന് അറിയാവോ? ഓഹോ എടാ ഇറക്കാ, നീ വന്ന മീന്റെ വയറ് വീർത്തിരിക്കുവാന്നല്ലോ. കൺഗ്രാചുലേഷൻസ്. പ്രസവം കഴിയുമ്പോ പറയണേ, കുഞ്ഞുമീൻ ഉടുപ്പും കൊണ്ട് ഞാൻ വരാം. ഓ പുഴുത്ത മീൻ തന്നിട്ട് അതിലും പുഴുത്ത കൗണ്ടർ പറയും. തെറി പറഞ്ഞിട്ട് സെൽഫ് എഡിറ്റ് ചെയ്യുവാന്നാടാ. നീ അങ്ങനെ കഷ്ടപ്പെടണ്ട. ഇവിടെ നല്ല ഒന്നാന്തര ആമ്പിള്ളേരെ അതിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊണ്ടുപോ. എല്ലാത്തിനും തീ പിടിച്ച വിലയാ. പക്ഷെ മനുഷ്യന് മാത്രം ഒരു വിലയില്ല. അല്ല ഇവിടുത്തെ ഞാനെ കുറ്റം പറയാൻ മതിയല്ലോ. അയാൾക്ക് ഇറച്ചിയും മീനും ഇല്ലാതെ തൊണ്ടേന്ന് കീപ്പോട്ട് ഒരു വഹ ഇറങ്ങത്തില്ല. എന്ന് ഇറച്ചി തിന്നുന്ന സിംഹം പോലും ഒരു ദിവസം ഉപവാസം എടുക്കാന്നാ ഞാൻ കേട്ടത്. പക്ഷെ ഇത് ഞാൻ വെളുപ്പിനെങ്ങാണ്ട് ഇറങ്ങി പോയേക്കുവാ. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കൃഷിയുണ്ട്, കപ്പയും കാച്ചിലും ഒക്കെ ആയിട്ട്. നേരം വെളുത്താ ഇറങ്ങിപ്പോയി രാത്രി വന്ന് കിടന്നാ ഉറക്കം ഉണ്ടോ? എന്റെ കിഴങ്ങ് കാണുന്നില്ലേ, എന്റെ കാച്ചില് കാണുന്നില്ലേ, എന്റെ കപ്പ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് കരച്ചിലോടെ കരച്ചില്ല. അധ്വാനിയാ, അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തോ മൃഗശല്യമാണെന്നറിയാവോ? കാട്ടുപന്നിയും മരപ്പട്ടിയും പന്നിയലിയും കൂടെ വന്ന് മൊത്തം ശല്യവാ. ഇപ്പൊ കേറി വരും. വരുന്നതിന് മുമ്പ് വെച്ചുണ്ടാക്കട്ടെ മൂക്ക് തച്ചുണ്ടി. നിങ്ങൾക്കൊക്കെ കപ്പ തിന്നണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തിന്നണം. അല്ലെങ്കിൽ യവറാന്റെ പറമ്പിൽ കയറി കട്ടുമോട്ടിച്ച് തിന്നുവല്ല ചെയ്യേണ്ടത്. യവറാനുണ്ടാക്കി വെച്ചേക്കുന്നത് യവറാന് വേണ്ടിയാ. ഇനി എന്റെ പറമ്പിൽ കയറി പോയാൽ മുട്ടുകാല് തല്ലി ഓടിക്കാൻ വാഴയ്ക്ക് മുളയിടും. ഓരോന്നമാർ ഓസക്ക് തിന്നാൻ വേണ്ടി വന്നു. അന്നമ്മോ ഒരു പെണ്ണേ, അന്നമ്മോ ഇവിടെ ചെവിയിൽ ആ പഠിച്ച് കയറ്റി വെച്ചോന്നോടി. ഇങ്ങനെ തൊള്ള തുറക്കും, എന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുവോ നിങ്ങളെ? ദേഷ്യപ്പെടുവാന്ന് പറഞ്ഞാൽ വെച്ച കപ്പ എല്ലാം കണ്ടമാര് മോട്ടിച്ച് കൊണ്ടുപോവാ. പാവം പിടിച്ച നിങ്ങൾ ആയിരിക്കും വെച്ച് കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ. ഇനി പുഴുങ്ങി തിന്നണമെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തിന്നണം. അല്ല യവറാന്റെ പറമ്പിൽ കയറി തിന്നുവല്ല ചെയ്യേണ്ടത്. പോട്ടെ, അതൊക്കെ പോട്ടെ. ഉള്ള കപ്പയെല്ലാം എലിയും തിന്നുവാന്നേ. അത്രയുള്ള കാര്യം. എലി കപ്പ തിന്നുവാന്നുണ്ടെങ്കിൽ എലിപ്പെട്ടി വെക്കണം. എലിപ്പെട്ടി വെച്ചു. എന്നും എലി വന്ന് ഓരോ കപ്പ മാത്രമേ തിന്നത്തുള്ളായിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോ എലിപ്പെട്ടിക്ക് 4 വീലും പിടിപ്പിച്ചിട്ട് എലി അല്ലാതെ കപ്പ അതേ വെച്ച് ലോഡ് അടിച്ചോ. അതൊക്കെ പോട്ടെ. കൊലച്ചുന്ന വാഴ മൊത്തം പന്നി കുത്തി താത്തിട്ടേക്കുവോ. നിങ്ങൾ വിഷമിക്കാത്ത മനുഷ്യ. കൊല പോയെങ്കിൽ അങ്ങ് പോട്ടെ. അല്ലെങ്കിൽ കൊലക്ക് എന്തോ കിട്ടാനാ? കൊലക്ക് വധശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും. ഞാൻ ഓടിയോട്ടെ. നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന എന്താണെന്നറിയാവോ? നിങ്ങളുടെ ദൈവവിശ്വാസം പോയി. തോന്നുമ്പോ ഇങ്ങനെ മുത്തിയാ പോരാ. വല്ലപ്പോഴും ആ പള്ളിമേടയിലും കൂടെ ചെന്ന് കയറണം. അതെങ്ങനെ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്നങ്ങാണ്ട് കയറില്ല, പിന്നെ ഇങ്ങനെ പോയിട്ടേ ഇല്ല പള്ളിയിൽ. ഞാൻ പോത്തില്ല പള്ളിയിൽ. എന്താ കാര്യം? അച്ഛനുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അച്ഛനുമായിട്ട് യാതൊരു പ്രശ്നം. എന്നാ കപ്പിയാരുമായിട്ട് നടക്കുകയാണ്? കപ്പിയാരുമായിട്ട് യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്താ പള്ളി കയറാത്തെ? സെമിത്തേരി കാണുമ്പോ പേടിയാടി. സെമിത്തേരി കാണുമ്പോ പേടിയാന്ന്. ഇത് ഞാനാ എന്റെ അടുത്ത് തിളയ്ക്കാൻ വരുന്നത്. എന്നെ കൊണ്ട് ഇതെന്റെ അന്നമ്മയാണോ അതോ ഫൈറ്റർ ഫിഷ് ആണോ? സംസാരിക്കല്ലേ പിടക്കും ഞാൻ. പശുവിന് വല്ലതും കൊടുത്തായിരുന്നു? 10 ഏക്കർ സെന്റും 10 സ്വർണവും കൊടുത്തായിരുന്നു. ഓ, എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്ഥലത്തിന്റെയും സ്വർണത്തിന്റെയും വർത്തമാനമല്ല നിന്റെ വായിൽ എന്തോലും പരിപാടി.
എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത് കേട്ടോ. പെങ്ങളമാരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം അങ്ങ് എഴുതി കൊടുത്തില്ലയോ? ഈ അന്നമ്മയുടെ പേരിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ? ഈ അന്നമ്മയുടെ പേര് തൃശ്ശൂർ ഒരു സ്ഥലമുണ്ടല്ലോ. എവിടെ വെച്ചായി അത്? അന്നമ്മ നട. അവിടെ പോയി അങ്ങ് പുറത്തോ കേട്ടോ. ആ പുറത്തോ. ഇനി എന്തൊരു ആയോ? ആ എനിക്ക് 62 വയസ്സാവാറ്. നിന്റെ 62 എടുത്ത് പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ എന്റെ വയറ് നിറയുമോ? അടുക്കളയിൽ എന്തൊരു ആയോടി? കുറെ പുകയായിട്ടുണ്ട്, വന്ന് വലിച്ചു കയറ്റാം. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കില്ല അന്നമ്മേ. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്ന സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിലേ കത്തിക്കാൻ വല്ലതും വേണം, അടുപ്പി വെച്ച് കത്തിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്, ആ കോടാലി എടുത്താ വിറകൊന്ന് കീർത്തന്നേ. എന്തോന്നാ? ആ കോടാലി എടുത്താ വിറകൊന്ന് കീർത്തരാൻ. ഓടയോ? കോടാലി. ആരോ ഓടാ? കൊടയല്ല വടി. നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലയോ? എവിടെയോ നല്ല പെണ്ണുങ്ങൾ ഇറച്ചി വെക്കുന്നുണ്ട്, എന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. എവിടെ വല്ല പെണ്ണുങ്ങളല്ല, ഇവിടുത്തെ പെണ്ണ് ഇറച്ചി വെച്ചതിന്റെ മണമാണ് നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചത്. ഇറച്ചി എപ്പോ വെച്ച്? അതെ, അങ്കമാലിന്ന് തങ്കച്ചൻ പോയിട്ട് വന്നപ്പോ പോർക്കുണ്ടെന്നായിരുന്നു നിങ്ങൾക്ക് തരാന്. അപ്പം ഈ ബാറ്റും നെറ്റും മാറ്റോണ്ട് വന്നായിരുന്നു അവൻ. എന്താ അവൻ കോർക്ക് കൊണ്ടെന്ന് പറഞ്ഞ് ബാറ്റും നെറ്റും മാറ്റോണ്ട് വന്നായിരുന്നു. പോർക്കെന്നാണോ ഞാൻ പറഞ്ഞത്? പോർക്ക്. പോർക്കോ? ഓ പോർക്ക്. പോർക്കൊക്കെ നല്ല രീതിയിലാണ് നീ വെക്കുന്നത്. പിന്നല്ലേ ഇത്രയും നാള് ഞാൻ ഉണ്ടാക്കി തരികയോ ഇയാൾ കയറ്റിയത്? കോട്ടി ഉണ്ടാക്കാനല്ലേ അറിയാവുന്നത്. പോർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, പോർക്ക് തിന്നിട്ട് ഞാൻ ഇത്ര കാലമായി അത് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അന്നമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യമാണ്. ഞാൻ പക്ഷെ തുറന്നു പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കിടന്നങ്ങ് തിളയ്ക്കും. അതെങ്ങനാ? തിളപ്പരുവോ ആയതേ ഉള്ളൂ, എന്തേലും വെച്ച് വേവിച്ച് അന്നേരം തന്നെ വേണോ അങ്ങ് ചൂടാന്നേ. ആ ചൂട്, ഈ ചൂട് ഇന്ന് കർഷകനാണ് ചൂട്. അന്നമ്മേ ഇത് ഭയങ്കര അന്നമ്മോ എന്താ എന്താന്ന് എന്താ മനുഷ്യ? അയ്യോ അന്നമ്മേ, മനുഷ്യ ശരീരത്തിൽ ഇവിടാണ് ഈ ആമാശ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? തീക്കൊട്ട ഇവിടെ പോയി വീണത്. ഓഹോ, ഇച്ചിരി വെള്ളം കുടി. അയ്യോ വെള്ളം കുടിക്കാനാ. വെള്ളം കുടിക്കാടി അന്നമ്മോ. പിന്നെ ഈ വരുന്ന 25-ാം തീയതി എന്റെ അപ്പച്ചന്റെ ഓർമ്മയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറയാങ്ങട്ടെ. എന്റെ അപ്പച്ചൻ പോയിട്ട് 5 വർഷമായി. ഞാൻ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരണോ? വീട്ടിൽ കുടുംബ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, എനിക്ക് പോണം. നീ പോന്നെങ്കിൽ പോകും. എനിക്ക് പോയി റെഡിമെയ്ഡ് അപ്പം ഗ്രീൻ പീസ് കറിയും തിന്നാൻ. ഓ അതെങ്ങനെ? അമ്മച്ചി പോയിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ. തെറ്റിദ്ധരിക്കല്ലേ, അമ്മച്ചി ഇവിടെ അനിയത്തിന്റെ വീട്ടിൽ തൃശ്ശൂർ പോയേക്കുവാ. ഈ 90 വയസ്സുള്ള അമ്മച്ചി തൃശ്ശൂർ പോയിട്ട് വലിയ കാര്യമുണ്ടോ ഈ കാലത്ത്? അതെ, പ്രായമായെന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹം ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. വടക്കനാഥന്റെ മണ്ണി പോയി തൃശ്ശൂർ പൂരം കാണണമെന്ന് എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ, അതുകൊണ്ടാ പോയത്. നിന്റെ അമ്മച്ചി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് കൊള്ളാം. കമ്പത്തിന് തീ പിടിക്കുമ്പോ പുക കണ്ടിട്ട് കമ്പപ്പുരക്കകത്ത് ചാടി കയറില്ലേ കാപ്പിക്കടയാന്ന് പറഞ്ഞോണ്ട്. വെടിവെച്ചാ പുക എന്ന് പറയുന്നില്ലേ നിന്റെ അമ്മച്ചി? എന്റെ വായിലിരിക്കാൻ കേൾക്കും കേട്ടോ. എന്റെ അമ്മച്ചിക്ക് നല്ല പോലെ ചെവി കേൾക്കാം. ഇവരമ്മച്ചിക്ക് നല്ല പോലെ ചെവി കേൾക്കാം. കഴിഞ്ഞ ക്രിസ്മസിന് കരോളുകാർ പിള്ളേർ വീട്ടിൽ വന്നപ്പോൾ അവര് ഡ്രം സെറ്റ് അടിക്കുന്ന കണ്ടിട്ട് അമ്മച്ചി എന്താ പറഞ്ഞെന്നറിയാവോ? ആ വലിയ ചരി കഴിഞ്ഞ് ആ പിള്ളേരെ അമ്മച്ചി കഴുകി തരാമെന്ന്. എനിക്ക് ചെവി കേൾക്കുന്ന ആളാണ്. ഈ ചെവി കൂടെ നോക്കിയാൽ അപ്പുറത്തെ ചെവി കൂടെ കുട്ടനാട് കാണാം ഇവരുടെ അമ്മച്ചി. നിങ്ങൾ എന്റെ കുടുംബക്കാരെ പറഞ്ഞോണ്ടിരുന്നോ കേട്ടോ. പിന്നെ തിരുവല്ലയിലുള്ള കുരിയക്കൊച്ചിന്റെ മോടെ കല്യാണത്തിന് പോകണം നമുക്ക്. ഞാൻ വരുന്നില്ല, നീ എനിക്ക് പാവലിനും പടവലത്തിനൊക്കെ വെള്ളം ഒഴിക്കണം. എപ്പോ കണ്ട നേരം കൃഷി എന്നുള്ള വിചാരമേ ഉള്ളൂ. കല്യാണം കൂടാൻ മാത്രമല്ല ഞാൻ പോകുന്നത്. അവിടെ ഏതെങ്കിലും പെൺപിള്ളാര് വരുമ്പോ ജോസൂട്ടിക്ക് നോക്കണം. വെല്ലോന്നെ കല്യാണത്തിന് പെൺപിള്ളാർ ഒന്ന് ജ്യൂസ് കുടിക്കുന്നു, നീ എന്തിനാ നോക്കുന്നത്? കുടിക്കുന്ന കാര്യമാന്ന് പറഞ്ഞേ. നമ്മുടെ മോനില്ലേ ജോസൂട്ടി, അവന് കല്യാണപ്രായമായി, അവന് പെണ്ണ് കെട്ടിക്കണം. കല്യാണപ്രായമെങ്കിൽ അവൻ ഇവിടെ നിൽക്കണമായിരുന്നു. അവൻ എന്താ ഇപ്പൊ ഗൾഫിലോട്ട് എഴുന്നള്ളിച്ചോണ്ട് പോയത്? എന്റെ കൂടെ പാടത്തും പറമ്പിലും വന്ന് ഇവിടുത്തെ കൃഷിയൊക്കെ നോക്കി ചെയ്താൽ പോരായിരുന്നു അവനെ. ഞാൻ എന്റെ വായ തുറന്നതിൽ പറയും കേട്ടാ. ചെറുക്കം വന്ന് പാടത്തും പറമ്പത്തൊക്കെ ജോലി ചെയ്തല്ലായിരുന്നോ? നിങ്ങൾക്ക് അത് പിടിക്കത്തില്ല. അവൻ വാഴ നടുന്നത് ശരിയല്ല, അവൻ കപ്പ നടുന്നത് ശരിയല്ല, അവൻ ചീനി നടുന്നത് ശരിയല്ല, അവൻ വിത്ത് ഇടുന്നത് ശരിയല്ല. അവൻ മണ്ടനാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ എങ്ങനെ മണ്ടനാകാതിരിക്കും? ആ വിത്ത് നിങ്ങളുടെ ഇല്ലയോ? അയ്യോ എന്തോ ചൂടാണോ ദൈവമേ. ഭൂമി ഇപ്പൊ ചൂട് കൊണ്ട് ഉരുകി തീരും. ഏതെങ്കിലും ആക്രിക്കാരൻ വന്ന് ഭൂമിയെ കൊണ്ടുപോകുകയും ചെയ്യും. നമ്മൾ എവിടെ കൊണ്ട് ജീവിക്കും? നമ്മളെ ഇതേതാടാ ഈ പച്ചമഞ്ഞള്? അമറാൻ പറഞ്ഞേ. അമറാനെ എന്നല്ല പറഞ്ഞത്. എടാ നിന്റെ പേര് വിളിച്ചതാ അവറാനേന്ന്. എന്നെ മനസ്സിലായില്ലയോ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ മമ്മൂക്ക അല്ലേ വന്നിരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? അത് ഊരുമെന്ന് മനസ്സിലായി. അതല്ലെന്ന് നീ എന്നെ സൂക്ഷിച്ചു നോക്കിയാ മനസ്സിലാവും. സൂക്ഷിച്ചു നോക്കാൻ കീടാണുമാണ് നീ വന്ന് നിൽക്കുന്നത്. എടാ ഞാൻ നിന്റെ കളിക്കൂട്ടുകാരൻ ബേബി. ഓ ബേബി, ഓ ബേബി കം ഓൺ. ഓ യാ, എത്ര നാളായടാ കണ്ടിട്ട് ഈ വഴിക്കൊക്കെ. എടാ നമ്മുടെ ടൗണിലെ വർഗീസ് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതെന്താ? അല്ല പുള്ളി വീട്ടിൽ ഇരുന്ന് നോക്കുന്നുണ്ടല്ലോ. നിനക്കതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ പുള്ളി വീട്ടിൽ ഇരുന്ന് എന്തുവായി നോക്കുന്നേന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ തൊഴിലില്ലാതെ ഇറങ്ങിയേക്കാ നീ. അയ്യോ പിന്നെ ഇതെന്താ കാലിലൊക്കെ സോക്സ് ഒക്കെ ഇട്ട്? എടാ ഇത് പിള്ളാരെ
വാദമല്ലേടാ, വാദത്തിന്റെ സിൽക്ക് സ്മിത ഇച്ചിരി കൂടുതലാ. വാദത്തിന്റെ സിൽക്ക് സ്മിതയോ? അല്ല ഇച്ചിരി വാദത്തിന്റെ അസ്കിത ഇച്ചിരി കൂടുതലാ. എടാ എന്താ പറഞ്ഞ ഈ രണ്ട് കളറുള്ള സോക്സ് ഒന്നും രണ്ട് കാല കയറ്റിട്ടേക്കുന്നത്? അല്ല ഇതിങ്ങനെ ഇങ്ങനെ ഇവത്തല്ല സെയിം ഒരു ജോഡി വീട്ടിലും കിടപ്പുണ്ട്. എടാ മരം കിടങ്ങ ഇതത്തിന്റെ ഓരോ ജോഡിയാ വീട്ടിൽ കിടക്കുന്നത്. എടാ, അവിടുന്ന് നീ തെറ്റിക്കാൻ പറയാ. നീ പണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ എന്താടാ ഈ കണ്ണാടിയെ മാലയൊക്കെ കോർത്തിട്ടേക്കുന്നത്? എടാ പിള്ളേര് വാങ്ങിച്ചു തന്ന മാലയാണ്. കളഞ്ഞു പോകാതിരിക്കാൻ കണ്ണാടിയെ കെട്ടിയിട്ടേക്കുവാ. ഇതാകുമ്പോ മാല പോയാൽ കണ്ണാടി പിടിക്കും, കണ്ണാടി പോയാൽ മാലയും പിടിക്കും. അല്ലെ കണ്ണാടിയുടെ വെച്ചതിന്റെ പ്രത്യേകത എന്താണ്? എടാ എന്റെ ഈ വലത്തെ കണ്ണിലെ തിമില ഉണ്ടായിരുന്നു. ഇടത്തെ കണ്ണി മന്ദള വാർത്ത കയറ്റി വെച്ചേക്കുന്നത്. അല്ല മറ്റേ അസുഖമില്ലടാ കണ്ണിന്. തിമിരം അത് ഓപ്പറേഷൻ കഴിഞ്ഞു. എവിടെ വെച്ചായിരുന്നു? തിരുനെൽവേലിയിലായിരുന്നു. അത് ഇത്രയും ഹോസ്പിറ്റലിലേക്ക് ഇവിടെ കുഴപ്പമില്ല, അങ്കമാലിയിലൊക്കെ അവിടെ പോയി ചെയ്താൽ പറ്റുന്നത്. തിരുനെൽവേലി വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഭയങ്കര പൈസ അല്ലേ? തിരുനെൽവേലിയിൽ ഫ്രീയാ. അവിടെ ഫ്രീയാ? പിന്നെ 2 കണ്ണും അങ്ങ് ചെയ്തു. ഈ കണ്ണെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നു, ഫ്രീ അല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങ് 2 എനിക്ക് ഈ മീശ വരാത്തതുകൊണ്ടാണ് ഈ മൂക്കിലെ രോമം പിടിച്ചിട്ട് വളച്ചു വെച്ചേക്കുന്നത്. പാരമ്പര്യ പാരമ്പര്യം. മനുഷ്യനെ നാണം കെടുത്താൻ ആവശ്യമില്ലാത്തടത്തോടെ കിളിച്ചിറങ്ങിയിട്ട്. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലേ പ്രായമായില്ലേടോ, ഒത്തിരി നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. വയ്യാതി ഒന്നും ഇല്ല ഇപ്പം. വയ്യാഴിക ഉണ്ടോന്ന് ചോദിച്ചാൽ വയ്യാഴിക ഉണ്ട്. ഇത് ഈ വടിയിലൊക്കെ അങ്ങ് ആയി. എടാ ഇത് ഞാൻ വടി ക്ഷീണം കൊണ്ട് നടക്കുന്നതല്ല. പിന്നെ ഇതെന്റെ അംശവടിയാണ്. അംശവടി അതെന്തൊരു സാധനം? എടാ ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന വടി. ഇതിനകത്താ ഞങ്ങളുടെ പ്രൗഢി. പ്രൗഢി ഇരിക്കുന്നത്. ഇത് വെറും വടിയല്ല മോനെ. ഇതിങ്ങനെ പിരിച്ചാലുണ്ടല്ലോ വാള് വരും. എന്ത് വാള്? എടാ വടിവാള് വരുമോ ഇതിനകത്ത്? വടിവാളോ? ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഇപ്പം? ഇല്ല. എന്തിനാ കൊണ്ട് നടക്കുന്നത്? ഇതിപ്പോ ഞാൻ രാത്രി കിടന്നിട്ട് ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നു. അതിന് മാത്രം ഉപയോഗിക്കത്തല്ല. പിന്നെ എന്താ നിന്റെ വിശേഷങ്ങൾ? നിനക്ക് എന്തൊക്കെയാ പരിപാടി ഇപ്പൊ? എനിക്കിപ്പോ കുറെ കപ്പയും കാച്ചിലും ചേമ്പും ചേനയും വാഴയൊക്കെ ഇത് കൃഷിയാണ്. ഇന്നത്തെ കാലത്ത് ഈ കൃഷിപ്പണിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റൂടാ? എനിക്ക് കുറെ റബ്ബറുണ്ട്. റൂളി പെൻസിലാണോ ഇരിക്കുന്നത്? അതെന്താ? കുറെ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഈ വീടിന്റെ പുറകെ കുറച്ച് റബ്ബർ ഉണ്ടത് അതുകൊണ്ടുണ്ടത്. അങ്ങനെ ഇവിടെ വേറെ ആരുണ്ട്? വേറെ ഞാനും എന്റെ കെട്ടിയോളും മോനുണ്ട്. മോനെ ഇവിടെ? മോനങ്ങ് ഗൾഫില കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുവാ. ആണോ? അപ്പം വരുമ്പോഴേ പിടിച്ചങ്ങ് കെട്ടിക്കണം. എനിക്ക് ഇറച്ചി തിന്നാൻ കൊതിയ. വേണം. അപ്പൊ പെണ്ണിനെ ഒന്ന് വിളിക്കും, ഞാൻ കാണട്ടെ. പെണ്ണേ അന്നമ്മോ. തുടങ്ങി. അടുക്കളയിൽ നിൽക്കുമ്പോ ഉമ്മർത്ത് വരണം, ഉമ്മർത്ത് പോകുമ്പോ അടുക്കളയിൽ പോണം. ആരാ വന്നിരിക്കുന്നത് നോക്കിയടി. അയ്യോ ഇതാരാന്നേ? വേവിച്ചനാ. എന്നാ പ്ലേറ്റ് എടുക്കട്ടെ? എന്താ വേവിച്ചാന്ന് പറഞ്ഞു. പറഞ്ഞത് ഇതെന്റെ കൂട്ടുകാരൻ വേവിച്ചനാണ്. നമസ്കാരം ഉണ്ട് കേട്ടോ. അന്നമ്മേതാ പേരില്ലയോ? എവിടാ വീട്? ഞാനങ്ങ് പാലാക്കാരിയാ. പാലാക്കാരിയാണോ? പാലാക്കാരി. പാലാ ടൗണിന് അടുത്താണോ? പാലാ ടൗണിന്റെ അടുത്താ. ആണോ? ഇല്ലിപ്ലാക്കൽ തറവാട് അറിയാവോ? ഇല്ലിപ്ലാക്കല് ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ടൗണിന് അടുത്ത് തന്നെ നോക്കിയാൽ കാണാം. ചിതൽപുറ്റിന് വൈറ്റ് വാഷ് അടിച്ചവരുടെ വീട്. പഴയ തറവാടാ. അതെന്റെ തറവാട്. ഞാൻ അവിടെ നിന്നാടാ കല്യാണം കഴിച്ചത്. അവിടെ പേരാണ് ചിന്നമ്മ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ചിന്നമ്മയ്ക്ക് അനിയത്തിയുണ്ട്, കുഞ്ഞിപ്പെണ്ണമ്മ. അവിടെ അങ്ങ് തിരുവള്ളൂക്കാവിലാ കല്യാണം കഴിപ്പിച്ചത്. 1000 ഗജവീരന്മാരുണ്ട് അവിടെ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. എങ്ങനെ അറിയാം? പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ടിലോ? ചിന്നമ്മ അടി കുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളൂർക്കാവിൽ ഗജവീരന്മാരായിരം. അന്നമ്മേ പള്ളങ്കാനം പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കൊറേ വന്നിട്ടുണ്ട്. കെട്ടിച്ചിങ്ങോട്ട് വന്നതിൽ പിന്നെ വരവൊക്കെ കണക്കാന്നേ. എല്ലാരും അങ്ങനെ അതായത് ജീവിത പ്രാരാബ്ധങ്ങളിലാകുമ്പോ ഇതൊക്കെ അങ്ങ് മറക്കും. ഞാൻ എല്ലാ വർഷവും ഭരണങ്ങാനം പള്ളി പോകും. നേർച്ച വല്ലതാണോ? എനിക്ക് ആ മിനുക്ക് ബൾബ് കാണാം റാസക്കിടുന്നത്. എല്ലാ വർഷവും ഞാൻ പോകും. ഭയങ്കര പ്രൗഢിയും വായിന്ന് വന്നതാ മിനുക്ക് ബൾബ്. മിനുക്ക് ബൾബ് എന്നല്ല ഇത് പറയുന്നത്, പിന്നെ സീരിയൽ ബൾബ്. ഇത് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ അപ്പുറത്തെ ചെറുക്കണം ഇതുപോലെ പറഞ്ഞു കൊച്ചി ഇറക്കം പറഞ്ഞു പഠിപ്പിച്ച അത് സീരിയൽ ബൾബ്. പിന്നെ അവറാനെ ഞാനിവിടെ യാദൃശ്യമായിട്ട് വന്ന് കയറിയതാ. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇച്ചിരി ക്ഷയിച്ചൊക്കെ നിൽക്കുന്ന പരുവത്തിലാ. ഞാനാന്ന് ഇച്ചിരി ആഢ്യത്വവും പാരമ്പര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോഴേ എനിക്കിപ്പം മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. എന്തായാലും എനിക്കൊരു മോളുണ്ട്. 10-37 വയസ്സായി. 3 മക്കളാ മൊത്തം. മൂത്ത മകൾ മൂന്നാറില ലീല. മൂന്നാർ തേയിലല്ലേ? കൊച്ചിന്റെ പേരാണ് ലീല. അവളെ എവിടാ കെട്ടിച്ചത്? രണ്ടാമത്തെ മകൾ പാടത്താ. അവളെന്തോ കൊക്കായിരുന്നു. പത്തനാപുരത്തിനടുത്ത് പാടം, അവിടാണ് കെട്ടിച്ചത്. പക്ഷെ ഈ മൂന്നാമത്തെ മോക്കെ കല്യാണമൊന്നും ആയില്ല. അവള് കാരണം വാതിൽ തുറക്കാൻ വയ്യ. എന്താ തട്ടി നിൽക്കുവാ, പുറ നിറഞ്ഞു നിൽക്കുവല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഞങ്ങളെ ഇറക്കുന്ന കാര്യം ആണോ? ഞങ്ങളുടെ ജോസുകുട്ടിക്ക് 10-37-40 വയസ്സാകാറായി. ശരിയാ. ചെറുക്കനെ എങ്ങനെയും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കണം. ഞങ്ങളുടെ പ്ലാന് അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ 2 കുടുംബം കൂടെ അങ്ങ് ഒന്നായാൽ എന്തായിരിക്കും നിന്റെ? ചിന്നമ്പോ അല്ല സോറി അന്നമ്പോ. നമ്മുടെ ജോസ് കുട്ടിക്ക് വേണ്ടി നമുക്ക് രണ്ടും കൂടി ഒന്ന് ആലോചിച്ചാലോ?
എന്നാ ഞാൻ 2 ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വരട്ടെ. എടുക്ക് ഇത്രയും നേരമായി വന്നിട്ട് ഇപ്പഴാ കാപ്പിയുടെ കാര്യം മിണ്ടുന്നത്. ഇവിടെ വെറുതെ കളയാൻ പാലില്ലേ, പ്രയോജനമുള്ള കാര്യം ഇപ്പഴല്ലേ ഒറ്റൊരു മോനേ ഉള്ളൂ. കൊടുക്കൽ വാങ്ങൽ എല്ലാം കൃത്യമായിട്ട് നടപ്പാക്കണം കേട്ടല്ലോ. കൊടുക്കൽ വാങ്ങലിനെ പറ്റി ഞാൻ തീരുമാനിച്ചോളാം. നീ അല്ല ഭർത്താവ്, ഞാനാ ഭർത്താവ്. ഞാൻ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചോളാം. അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ല എന്റെ എന്തുവാ കശപിശ? അയ്യോ അതെന്താന്നാ ചായക്ക് മധുരം ഇടണോന്ന് ചോദിക്കുമായിരുന്നു. മധുരം വിട്ടോ ഇളക്കി അലിയിച്ച് കളയരുത്. അതെന്താ? ലാസ്റ്റ് എനിക്ക് പഞ്ചാര കടിച്ചു മുറിച്ച് തിന്നണം കേട്ടോ. സമ്മതമാണല്ലോ. ഞങ്ങൾക്ക് സമ്മതമാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ ചെറുപ്പത്തിലെ കളിച്ചു വളർന്നവരാണ്, കാര്യം ശരി. പക്ഷെ ഒരു ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പം നേരെ പോകുന്നുള്ള ആളാണ് ബേബിച്ചൻ. ഞാനും അതുപോലെ തന്നെ. ഞാൻ ചോദിക്കുകയാണ്, നീ വേറൊന്നും വിചാരിക്കല്ലേടാ, നിന്റെ ചോദ്യം എന്തുവാ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാലേ, ഇന്ത്യ ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ച് ഏത് വർഷത്തിലാണ്? 1978. എന്നാ ദിവാൻ ഭരണം ഇല്ലാതായത്? ഞാൻ നിന്റെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നാണോ? അല്ല, നീ ചോദ്യം എന്താ ചോദിച്ചാൽ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എടാ, എന്റെ പെണ്ണിനെ അങ്ങോട്ട് തരുവല്ലേ, ആ. അപ്പൊ നിന്റെ ചേർക്കത് നിന്റേതായിട്ടുള്ള ചോദ്യം എന്താണ്, അവൻ എന്താണ് വേണ്ടത്, അതാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ നീയും ഞാൻ ഒരു ബന്ധുക്കാരാകാനുള്ള സ്ഥിതി വന്ന നിധിക്കേ ആ. ഞാനിപ്പോ എന്തോ ചോദിക്കാനാടാ. നീ ഇരുന്ന് സംസാരിക്കടാ. ഞാനേ എന്തോ ഇപ്പൊ നിന്നോട് ചോദിക്കേണ്ടി എന്താന്ന്. നീ മറ്റൊന്നും ചിന്തിക്കണ്ട. അവറാൻ ബേബി 2 വ്യക്തികൾ, കൂട്ടുകാരല്ല, അങ്ങനെ ചിന്തിച്ചാ മതി. അതേ, ആ ഇപ്പൊ നീ നിർബന്ധിച്ച സ്ഥിതിക്ക് ഒരു 5 ലക്ഷം രൂപയും ഒരു കാറും ചെറുക്കന്റെ പേര് 5 സെന്റ് വസ്തു എഴുതി കൊടുക്കാവും. ശരിയടാ, ഞാൻ ഇറങ്ങുവാ. നീ അങ്ങനെ ഞാൻ നീ പറഞ്ഞതിന്റെ പേര് ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ നീ വിചാരിക്കുന്ന ബേബി അല്ല ഇത്. അല്ല, നീ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവസാനം നീ ഒരു 20 ലക്ഷം രൂപയും ഒരു 35 ഏക്കറും ഒരു 4 കാറും ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് ചോദിച്ചു നീ എന്നെ നാണം കെടുത്തിയില്ലേടാ. അല്ല, അതിപ്പോ ഞാൻ കുറച്ച് ചോദിച്ചാലും നിന്നെ ബുദ്ധിമുട്ടിക്കണം. ഇല്ല, ഇത്രയും ഞാൻ അങ്ങോട്ട് തരും. അത് നീ സമ്മതിക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. അത്രയൊന്നും വേണടേ, കുറച്ച് മതി. ഞാൻ പറഞ്ഞു സാരല്ല, നീ വെച്ചോ. എന്നാലും നീ എന്നോട് പറഞ്ഞ മോശമായി പോയി. ഞാൻ അറിയാതൊക്കെ അങ്ങ് പറഞ്ഞു പോയതല്ലേടാ മോനെ. അതൊക്കെ വിട്ടേരടാ അവറാനെ. നീ വിറാ നീ വിറാ എന്റെ മഞ്ഞ സോക്സ്. എന്താണ് ഇതാണോ നിങ്ങളുടെ ചോദിക്കലും വാങ്ങലും ഒക്കെ? എന്താ ഇത്? ഒരു ബന്ധം പോട്ടാ, നീ ഇവിടുന്ന് ഇറങ്ങിക്കോടാ. ഇപ്പൊ ഞാൻ പോവാടാ. നിനക്ക് 100 തരാൻ പറ്റുമോ? എന്തിന്? എന്നെ വെട്ടിട്ടങ്ങ് പോകാനാ. ഞാൻ പോവാടാ. ബേബി നീ പഠിക്ക കാല് കുത്തത്തില്ല. ബേബിച്ചായ അവിടെ നിന്നേ. എന്തിനു വിളിക്കോടി അവനെ? അങ്ങോട്ട് ബേബിച്ചായ, നമ്മുടെ പിള്ളേരുടെ കല്യാണം നമുക്ക് ഇന്ന് തന്നെ അങ്ങ് ഉറപ്പിക്കാം. വേണ്ട, ബേബിക്ക് വേണ്ട. ബേബിയുടെ ആദ്യത്തിനും സമ്പത്തിനും ഇവൻ ചേരത്തില്ല. എന്റെ കുടുംബത്തിനും എന്റെ കൃഷിക്കും ഇവൻ ചേരത്തില്ലടി. ഇതിനൊന്നും ചേർത്തില്ലെങ്കിലും ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ 2 പേരും ചേരും. എന്നാ തന്നെ വിവരക്കേട്. എന്താ? എന്റെ അമ്മോ. നല്ലൊരു അപ്പാപ്പനും അമ്മാമയും നല്ലൊരു ബേബിച്ചാനും നല്ലൊരു കൈഡിയും കൊടുക്കാം. നസീർക്ക, എൻ്റെ സുമി, എൻ്റെ അജേഷ്, എൻ്റെ മനോജ്, ഒരു രക്ഷയില്ലാത്തൊരു സ്കിറ്റായി പോടാ. അതെന്താന്ന് പറഞ്ഞാൽ, നിങ്ങളിത് ഞങ്ങളെ എവിടെയോ കൊണ്ടുപോയി. പാലായിലേക്ക് നേരെ കൊണ്ടുപോയി. ഭരണങ്ങാനത്തും പാലായിലും ഒക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. നല്ലൊരു ഫാമിലി കേട്ടോ, രസമുള്ളൊരു ഫാമിലി, നല്ല പഴയ 2 കൂട്ടുകാരന്മാർ. ഈ കൗണ്ടറൊക്കെ എവിടെ നിന്നാണ് ചകഞ്ഞെടുക്കുന്നത്? അല്ല, ആ ഒറ്റ തട്ടിലാണ് ടേണിങ് മാറിയത്. ഒരു അതേപോലെ സുമിമോളെ, പടങ്ങൾ കിട്ടുക, പോയി അഭിനയിക്കുക. പക്ഷേ നമ്മുടെ ഇവിടം കൂടെ ഇന്ന് ഇടയ്ക്കൊന്ന് ആലോചിക്കണം. അത് മറക്കത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്ക് 2 ദിവസം പറഞ്ഞത് എന്നെ വിട്ടു തരണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇവിടെ എൻ്റെ ഒരു ടീം എന്നെ പ്രതീക്ഷയോടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ, നിങ്ങൾ 3 പേര് തമ്മിലുള്ളത്. അതേപോലെ മുമ്പോട്ട് പോകണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രജോദേട്ടാ, ചെറിയ ചെറിയ നുറുങ്ങുകളാണ്, പക്ഷേ ഒരു മാലപ്പടക്കമാണ് ചിരിയുടെ. അതായത് നമ്മൾ എങ്ങനെ തീ കൊളുത്തിയോ അവിടം തൊട്ട് ഇങ്ങനെ പല അമിട്ട് ഗുണ്ട് പടപടപടപടാന്നുള്ള സാധനങ്ങളായിരുന്നു. അതിൽ നിങ്ങളുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സുമി, ഒരു രക്ഷയില്ല നിങ്ങൾ കേട്ടോ. ഒരു കിടിലം ആർട്ടിസ്റ്റാണ് അത്. നിങ്ങൾ 3 പേരും 100 നിന്ന് സ്വയം ആസ്വദിച്ച് കളിച്ചു എന്നുള്ളതാണ്. ഈ ഐറ്റം വരയിൽ എനിക്ക് തോന്നുന്നു ഇനിയും നിങ്ങളിൽ നിന്ന് ഒരുപാട് ഇതുപോലെ തന്നെ നല്ല നല്ല സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ടാവട്ടെ, ഒരുപാട് അവസരങ്ങൾ സിനിമയിലൊക്കെ ഉണ്ടാകട്ടെ 3 പേർക്ക്. ഓൾ ദ ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു പ്രജോദേട്ടാ. രാജൻ ചേട്ടാ, നല്ല കിണ്ണം കാച്ചി ഓർഗാനിക് പെർഫോമൻസ്, അടിപൊളിയായിരുന്നു. താങ്ക് യു.
കാര്യം ഞാൻ ഈ ഓർഗാനിക് പെർഫോമൻസ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ പണ്ടെങ്ങോ കേട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ജോലിയും നമ്മുടെ ചുറ്റുപാടും എല്ലാം മാറി, നമ്മൾ കാണുന്ന ആളുകളൊക്കെ മാറിയതോടുകൂടി നമ്മുടെ സംസാരം ഇതെല്ലാം മാറിപ്പോവും ചിലപ്പം, അല്ലേ? ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ മാറിയിട്ട് നമ്മൾ ഇപ്പോൾ ഓരോരുത്തരെ കാണും നമ്മൾ അവരോട്, പക്ഷേ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതേപോലത്തെ കുറച്ച് വാക്കുകളും കുറേ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗംഭീരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഒരുപാട് കലക്കരുത്, എനിക്ക് ലാസ്റ്റ് കടിച്ചു മുടിച്ച് അത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൊരു കാര്യം, എല്ലാവരും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ആരും അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു മുറിച്ചു, അതിനൊരു പ്രത്യേക സ്വാദാണ്. സുമി ഒരു രക്ഷയില്ല സുമി, നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മൾ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഈ കൊച്ചിങ്ങനെ നിന്ന് പെർഫോം ചെയ്യുന്നത്. അവിടെ നിന്ന് വന്നിട്ട് ഒരു നിമിഷം പോലും ഇതൊരു സ്റ്റേജാണെന്നോ ഇത്രയും പേര് ഇവിടെ ഉണ്ടെന്നോ ഒന്നും സുമിയുടെ പെർഫോമൻസ് നമുക്കത് ഫീൽ ചെയ്യുന്നേ ഇല്ല. സുമിയുടെ വീട്ടിൽ നിന്ന് പറയുന്ന പോലെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളെവിടെയോ കണ്ടു പരിചയമുള്ള, കോട്ടയത്ത് എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു അമ്മച്ചിനെ നമ്മളിങ്ങനെ ഇരുന്ന് കാണുക. തൊട്ട് പുറകെയാണ് മനോജ് വന്നിട്ട് മനോജിൻ്റെതായ ഒരു ശൈലി. ഇത് ഒരുപാട് പേരുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കും ഇതുമൊക്കെ ആയിരിക്കും. ഒരു കാര്യം വന്നു കഴിഞ്ഞാണ്ടല്ലോ അവർ ഭയങ്കര സ്നേഹമായിരിക്കും, ഹസ്ബൻഡ് വൈഫിനെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. അപ്പോൾ പുള്ളി ഇരുന്ന് പറയുന്നുണ്ട് അവൾ ഉക്കരം കൈപ്പുണ്യ, പക്ഷേ നേരിട്ട് പറഞ്ഞാൽ അവൾ തിളയ്ക്കും എന്ന്. അത് ഒരുപാട് സ്ഥലത്തുണ്ട്. അതുപോലെ അജേഷ് ഉഗ്രനായിരുന്നു. ആ സോക്സിന്റെ കാര്യം ഞാൻ ഓർത്തിരിക്കുക. ഇതേപോലെ 2 എണ്ണം വീട്ടിലുണ്ട്. ഇതിന്റെ പേരാണ് നമ്മൾ കണ്ടു പരിചയമുള്ള ആരൊക്കെയോ 3 പേര് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നവരാണ് തോന്നിയത്. ഗംഭീരമായിരുന്നു, അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇനി ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് നിങ്ങൾ വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. അപ്പം അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ബേബിച്ചാനുമുള്ള കാശ് പ്രചോദേട്ടാ. ഞാൻ ഒരു 20,000 രൂപ. ഷാജു ചേട്ടാ ഞാനൊരു 25,000 രൂപ കൊടുക്കും. ടോട്ടൽ 45,000 രൂപയായിട്ടുണ്ട്. സിർക്ക പിന്നെ ഞാൻ കുറച്ചിട്ട് കഥയില്ലല്ലോ. ഇല്ല നടക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് സിൽവർ പഞ്ച്. ഈ കോമ്പിനേഷന്റെ അടുത്ത സിൽവർ പഞ്ച് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ കോമ്പിനേഷൻ വന്നിട്ട് എത്ര സിൽവർ പഞ്ചായി? 3 അടിപൊളി. ആൾക്ക് ഓരോന്ന് വെച്ച് 2 സിൽവറും 1 ഗോൾഡ്. ഹാട്രിക് ആയോ? ഹാട്രിക് കഴിഞ്ഞു, ഇത് ഫോർട്രിക്കായി. സുമി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഏത് സിനിമയായിരുന്നു അഭിനയിച്ചോണ്ടിരുന്നേ? വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനാകുന്ന പടം ജയൻ നമ്പ്യാർ ഡയറക്ട് ചെയ്യുന്നു അല്ലേ? അടിപൊളി ഗംഭീര സിനിമയാണ്. അതിന്റെ സബ്ജക്റ്റും ഒക്കെ അറിയാം. എന്തായാലും ഒരുപാട് സന്തോഷം സുമി. ആ സിനിമയുടെ ഒരു ഗംഭീര സിനിമയായിരിക്കും അത്. അങ്ങനത്തെ ഒരു പരിപാടിയാണത്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സുമി ആ സിനിമയിലുണ്ടെന്ന് പറയാൻ. ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ സുമി കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് ഒരുപാട് പേരിപ്പം സിനിമയിലേക്ക് റൺ ചെയ്തോണ്ടിരിക്കുക. അതെ, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പോകുന്നതാണ്. അത് നമുക്ക് ഒരുപാട് സന്തോഷ കാര്യം. നമ്മുടെ ഷോയെ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഞാനിവിടെ പെർഫോം ഞാനിവിടെ പെർഫോം ചെയ്ത 2 വീഡിയോ ആണ് അവർക്ക് കാണാൻ അയച്ചു കൊടുത്തത്. അടിപൊളി. അല്ല ജീവ, ശരിക്കും പറഞ്ഞ ആർട്ടിസ്റ്റുകളെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയി മാറിയത് ഐറ്റം വേറെ അല്ലേ? നമ്മളിങ്ങനെ പിന്നെ എപ്പിസോഡ് വെച്ച് ആളെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഏത് ക്യാരക്ടേഴ്സ് വേണം? കാര്യം എന്തോരം ക്യാരക്ടേഴ്സ് ആണ് ഇവര് 3 തന്നെ എടുത്തു നോക്കി. എന്തോരം ക്യാരക്ടേഴ്സ് ഈ ചെറിയ സമയം കൊണ്ട് പ്ലേ ചെയ്തല്ലേ? ഏറ്റവും കൂടുതൽ കോമഡി ആർട്ടിസ്റ്റുള്ള ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഐറ്റം വേറെ തന്നെയാണ്. ഞാനൊരു പറഞ്ഞോട്ടെ. പറ. കുറെ എപ്പിസോഡ് പറയണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ കൂട്ടൊരു 12 വർഷത്തോളമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് നിങ്ങളുടെ ഭാഗത്ത് നല്ല കമൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മനോണ്ണൻ്റെ കൂടിയതിന് ശേഷമാണ് നമ്മളൊരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ, മനോണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒബ്സർവേഷനുള്ള ആളാണ്. ഒരു ക്യാരക്ടറെ കണ്ടാൽ പഠിക്കും, അതുപോലെ എല്ലാം ചെയ്യും. അപ്പം നമ്മളൊരു ക്യാരക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെല്ലാം പറഞ്ഞു തരും. അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഇദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ്. അത് പറയാനുള്ളത്. അപ്പൊ ഇനി തിരിച്ച് മനോജിന് എന്താ അധ്യക്ഷനെ കുറിച്ച് പറയാനുള്ളത്? ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കും. ഞങ്ങള് ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇവൻ പറയുന്ന കൗണ്ടർ മനസ്സിരിക്കുന്ന കൗണ്ടർ ആയിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ ഇന്നലെ സുമി ഇന്നലെ പോയി 2 ദിവസം മുമ്പ് പോയതാണ്. സുമിക്ക് വേണ്ടിയുള്ള എല്ലാ പോർഷനും റെഡിയാക്കി ഇവിടെ കൊടുത്തു വിട്ടിയാണ്. ബാക്കി പിന്നെ ഞങ്ങൾ എന്നോട് ഇന്നലെ രാത്രി ഇതും സെറ്റ് ചെയ്തല്ലോ ഓക്കെ ആക്കി വെച്ചു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിയോട് ഞങ്ങൾ പറയും, സുമി പറയും മോഡുലേഷൻ മാറുന്നതൊക്കെ പറയുമല്ലോ. സുമിയോട് ഞാൻ പറയുക ഇന്ന ആളായി തീരണം. ഞാൻ എൻ്റെ മനസ്സിലൊരു ക്യാരക്ടർ ഉണ്ട്, അവരായി തീരണം എന്ന്. അത് സുമി കാണിച്ചു തരും. അതുപോലെ അജേഷിനോട് ഞാൻ പറയും ഞാനും ആ ക്യാരക്ടറായി തീരാൻ വേണ്ടി ശ്രമിക്കുന്നത്.
അടിപൊളി അടിപൊളി. അത് നിങ്ങളുടെ ഒരു ടീം വർക്കിന്റെ ഒരു റിസൾട്ട് ആണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 പ്രാവശ്യമായിട്ട് ഈ കിട്ടിയ സിൽവർ പഞ്ചൊക്കെ. ഇനി അങ്ങനെ പോട്ടെ. അതെ, പിന്നെ അങ്ങനെ തന്നെ പോട്ടെ. ഇങ്ങനെ തന്നെ പോട്ടെ. നമ്മൾ താഴോട്ടില്ല. 75 1 1 50 ഇവരെ നമുക്ക് മുടിപ്പിക്കാം. അങ്ങനെ പറയല്ലടാ, നമ്മുടെ റേഷനിൽ കട്ട് ചെയ്യേ. അപ്പൊ ഒരിക്കൽ കൂടെ ഇവർക്ക് നല്ലൊരു കൈഡി. ഉഷാറായിട്ട് ഇതുപോലെ മനോഹരമായ സ്കിറ്റുകൾ ഞങ്ങളെ കാണിച്ചു തരിക, ഞങ്ങളെ ചിരിപ്പിക്കുക ഒരുപാട്. ഓക്കെ, എന്നാ ശരി തന്നെ കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേറയിൽ അടുത്ത ടീം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒരു പുതിയ കോമ്പിനേഷൻ ആണ്. ഓ വെരി ഗുഡ്. വിഷ്ണു ഉണ്ട്, പ്രജിത്ത് ഉണ്ട്, കൂടെ രാജിമോൻ. അപ്പൊ 3 പേർക്ക് സ്വാഗതം. ഇത് ഐറ്റം വേറെ. അമ്പിളിപ്പൊളി പോലെ തെളിനെറ്റി, അതിൽ കുമ്പളക്കുരു പോലെ കുറി തൊട്ട്, കുമ്പളവള്ളിയിൽ ഒരു മുട്ട, ആൺപൂവോ അത് പെൺപൂവോ. ഹലോ അണ്ണാ മത്താപ്പൂ ഉണ്ടോ അണ്ണാ? മത്താപ്പൂ മത്താപ്പൂ തീർന്നല്ലോ. കൊരവപ്പൂവോ? കൊരവപ്പൂ? ആ ഇനി കൊരവപ്പൂവിന് ഇത് എവിടെ കൊണ്ട് ചെറുക്കന്. ഹലോ, ആ നമ്മുടെ ഒരു പണിക്കാരനുണ്ട്. ആ. അവൻ വരുമ്പോഴേ അവന്റെ കൊടുത്തു വിടാം കേട്ടോ കൊരവപ്പൂ. അണ്ണാ ഇത് പടക്കക്കടയല്ലേ അണ്ണാ? പടക്കക്കടയോ? എടാ അത് പൂക്കടയാണെന്ന്. അപ്പൊ പൂവൊക്കെ ഉണ്ടോ അണ്ണാ? എടാ പിന്നെ പൂക്കട പൂവല്ല പിന്നെ മത്തി ഉണക്കാൻ വെച്ചേക്കുവോ? മക്കളെ പോണം ഓരോന്ന് കേറി വരും. എന്ത് ചെയ്യാനാ? ഇവിടെ ഒരു പണിക്കാരനുണ്ട്. അവൻ 10 മണി കഴിഞ്ഞേ വരുത്തുള്ളൂ. അതാ വരുന്നു. ഒന്ന് അനങ്ങി നടന്ന് വരാവോ? അണ്ണാ എന്തോ പണിയാണോ കാണിച്ചത്? എന്തുവാ അണ്ണാ ഞാൻ ഓർഡർ തന്നില്ലയോ? ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ. കണക്റ്റായിട്ട് കൊണ്ട് കൊടുത്ത് കല്യാണ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ പൂ എടുത്ത് മരണ വീട്ടിലും കൊണ്ട് കൊടുത്തു, മരണ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞ റീത്ത് എടുത്ത് കല്യാണ വീട്ടിലും കൊണ്ട് കൊടുത്തു. ചേട്ടാ അത് കറക്റ്റ് അഡ്രസ് തരണമായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഞാനൊരു പുതിയ റീത്തിന്റെ ഓർഡർ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം നീ പുതിയ ഓർഡർ കൊണ്ടുവരുന്നു. പറഞ്ഞ അഡ്രസ് ഒന്ന് പറഞ്ഞു. പറ. രാജൻ, ചരിവള പുത്തമ്പീട്, ചരിവള പുത്തമ്മേട്, ചാരുമൂട്. ഇത് എന്റെ അഡ്രസ് ഇല്ലേ? അവരെല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അണ്ണൻ നെഞ്ചിട്ട് റീത്ത് വെക്കാൻ. അണ്ണാ നമുക്ക് ഈ മണി പ്ലാന്റ് കുറച്ച് മേടിച്ച് വെക്കണം. അതെന്തിനാ? മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാവും. ആദ്യം പണിക്ക് പോകാനുള്ള പ്ലാൻ വല്ലതും നോക്ക്, അന്നേരം പണം ഉണ്ടാവും. പണിക്കൊന്നും പോയിരിക്കും അങ്ങനെ നല്ലൊരു ജോലി കളഞ്ഞിട്ടില്ലേ നീ ഇങ്ങോട്ട് വന്നത്? എന്താ ജോലി? നിനക്ക് ഹൗസ് ബോട്ടിൽ ജോലി അല്ലായിരുന്നോ? ഹൗസ് ബോട്ട് അത് വെള്ളത്തിൽ കൂടെ അല്ലേ ഓടുന്നത്? പിന്നെ ഹൗസ് ബോട്ട് പിന്നെ ഹൈവേ കൂടെ ഓടാൻ പറ്റുമോ? അതല്ലെന്ന്. പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന അക്വഫാമിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടെന്ന്. അയ്യോ അത് ഭയങ്കര അസുഖം തന്നെ. അത് കാരണം ഞാൻ അവിടെ നിന്നില്ല. ഞാൻ പിന്നെ നേരെ പെയിന്റിങ്ങിന് പോയി. എന്നിട്ട് ഈ മണ്ടയ്ക്കൊക്കെ കയറി പെയിന്റ് അടിക്കണം. താഴോട്ട് നോക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് തല ഇറങ്ങും. ഒക്കോഫോമിയ വല്ലാത്തൊരു അസുഖം ഇല്ലണ്ണ. എനിക്ക് ഈ അസുഖത്തിന്റെ പേര് എനിക്ക് ഇപ്പഴാ മനസ്സിലായി. എന്താണ്? മടിയോ ഹോമിയോ. അണ്ണാ നമ്മുടെ ഈ പൂക്കച്ചവടം ഭയങ്കര നഷ്ടമാണ്. അതെന്താ അണ്ണാ? എന്നും വൈകുന്നേരം പൂ അങ്ങ് വാടിപ്പോയില്ലയോ? വാടിപ്പോയിരിക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗം ചെയ്താലോ? പ്ലാസ്റ്റിക്കിന്റെ പൂ മേടിച്ച് വെച്ചാൽ മതി. തമാശ പറയല്ലേ? അതെന്തോ പണിയാടാ നീ കാണിച്ചേ. എത്ര പൈസ കൊടുത്ത് മേടിച്ചാന്നറിയോ? നീ അതിനോട് വാരി വെച്ചാലും എല്ലാം വാരി വെക്കാം, മകളെ ഉണ്ടാക്കാം, എല്ലാം ഇറക്കി വെക്കാം. രാവിലെ വന്ന് ഓരോരോ പണി കാണിച്ചു വെക്കും. രാജോ ഉണ്ട് 1 കിലോ എടുക്കാം. എന്താ രാജനല്ലയോ? എന്റെ രാജ എന്നല്ല ചോദിച്ചത്, പിന്നെ എന്തുണ്ട് രാജ എന്നാ ചോദിച്ചത്. അതായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പറ. നിന്റെ കടയിൽ ആൾക്കാർ പൂ മേടിക്കാനൊക്കെ വരും. ഈ വരുന്നവര് സ്കൂട്ടറിലോ ഓട്ടോയിലോ വന്നാ മാറ്റിയിട്ടോണം. മനുഷ്യന് വഴി നടക്കാനുള്ളതാ. അതിനിവിടെ ഇവിടെ ഓട്ടോ കൊണ്ടിട്ടേക്കുന്നു. നമ്പർ പ്ലേറ്റ് ഇട്ടാൽ ഓട്ടോയിൽ ഈ പാർക്ക് ചെയ്ത് വെച്ചേക്കും. എന്തോ കാണിക്കൂ. എന്തോ പ്രശ്നം എന്തുവായിരുന്നു? എടാ യവനെ ഞാൻ നോക്കി നടന്നിട്ട് കാലം കുറച്ചായി. എന്റെ പേരെ കൊച്ചിന്റെ 5 പവന്റെ മാല കാണാതെ പോയി. ജയ അതല്ല, ഞാൻ എടുത്തില്ലെന്ന്. അവൻ എടുത്തില്ല. എന്നാ കാണുവാ? കഥകളി കണ്ടിട്ട് കുറച്ച് കാലമായിടാ. കഥകളി കാണാമെന്നാ കഥ പറയാമെന്നാണോ? എന്റെ പേരെ കൊച്ചിന്റെ മാല കാണാതെ പോയപ്പോ യവൻ എന്നോട് പറഞ്ഞ് നല്ലൊരു ജോത്സ്യനുണ്ട്, ഈ ജോത്സ്യനെ കണ്ടു കഴിഞ്ഞാൽ ഈ മാല നോക്കി തരുമെന്ന് പറഞ്ഞു. ഇവൻ 1500 രൂപ മേടിച്ചോണ്ട് എന്റെ അടുത്ത് പോയതാ. അണ്ണാ ഞാൻ 1500 മേടിച്ചൊക്കെ ശരിയാ. ഞാൻ ഈ ജോത്സ്യന്റെ വീട്ടിൽ ചെന്നപ്പോ ജോത്സ്യൻ അവിടെ ഇല്ല. പുള്ളിയുടെ കബഡി കണ്ടില്ലെന്ന് പറഞ്ഞു പുള്ളി വേറെ ജോത്സ്യനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അതൊക്കെ പോട്ട്. എടാ ഇവനെ ഈ കടയിൽ നിർത്തി ഇങ്ങനെ പുഴിപ്പിക്കാതെ ഇവനൊരു പെണ്ണൊക്കെ കെട്ടണ്ടേടാ. ഞാൻ കെട്ടായിരുന്ന പെണ്ണില്ലേ, പെണ്ണിന്റെ വീടിന്റെ പരിസരത്തെല്ലാം പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്നാ പറഞ്ഞത്. ഈ പെണ്ണിന്റെ അച്ഛനൊക്കെ ഞാൻ സംസാരിച്ച്
പുള്ളിയോട് ഞാൻ ഈ അക്കോ ഫാമയും പൊക്കോ ഫാമയുടെ കാര്യമൊക്കെ പറഞ്ഞ് പുള്ളി വിചാരിച്ചു ഞാൻ ബാങ്കിലെ എല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. എന്തോ പറയണം. പിന്നെ കാര്യമൊക്കെ മനസ്സിലാക്കിയ പുള്ളി എന്റെ മുഖത്ത് നോക്കി പറയാ പുലിക്ക് കൊടുത്താലും എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരുന്നില്ല. ആഹാ അതല്ല ഞാൻ ആലോചിക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് നീ എങ്ങോട്ട് പെണ്ണിനെ കൊണ്ടുവരുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെന്തൊരു വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ എന്റെ തറവാട്ടിൽ കൊണ്ടുപോകും. അതെന്താ രാജോ ഇവന്റെ തറവാട് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. വലിയൊരു മരം, കാറ്റത്തെവിടുന്നോ പറന്ന് വന്ന് ഈ മണ്ടക്ക് വീണ ഒരു ടറപ്പാള. ഒരു വേരിന്റെ സൈഡ് ഇവൻ കിടക്കും, അപ്പുറത്തെ വേരിന്റെ സൈഡ് ഇവന്റെ അച്ഛനും കിടക്കും. അതാ ഇവൻ പറഞ്ഞ തറവാട്. അണ്ണാ അതൊക്കെ പണ്ടായിരുന്നോ? ഇപ്പൊ മരത്തിലൊരു പൊത്തുണ്ടാക്കി അച്ഛനകത്തായിരിക്കുന്നത്. നിന്റെ അച്ഛന്റെ പേരെന്തോ? പുഷ്പൻ. പുഷ്പന്നല്ലേ? അല്ല ഉപ്പൻ തന്നല്ലോ. ദാ, അതൊക്കെ പോട്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്തോ ആയി? ഞാൻ നോക്കുന്നുണ്ട്. എടാ ഒരു കാര്യം ഞാൻ പറയാം. പ്രായമൊക്കെ കൂടി വരുവാ. എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആർക്കാ? നിനക്ക്. എന്തുവാണ്? എടാ ഇങ്ങാരുടെ ഈ പൂത്ത കാശുണ്ട്, ഞങ്ങൾക്ക് രണ്ടാമതൊരു കല്യാണം വേണമെന്ന്. അപ്പൊ അണ്ണന് മാരേജ് ബ്യൂറോ ഉണ്ട്? എടാ എനിക്ക് അതല്ലേ പരിപാടി. അതുകൊണ്ടോ? ഈ കല്യാണം നടന്ന് ഞാൻ ഇങ്ങാർക്ക് മാലയൊക്കെ മേടിച്ചു കൊടുക്കും. ആ കല്യാണം നടന്നു കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് തിന്നത് ജിലേബി അല്ലായിരുന്നു അത്? എന്റെ ദൈവമേ, ജിലേബിയും ജമന്തിയും തിരിച്ചറിയാൻ വയ്യാത്തവനായി പോലെ. എന്റെ ദൈവം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു പെണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടേ വയസ്സ് എത്ര വേണം ചോദിക്കട്ടെ? ചോദിക്കും. മാമാ ഒരു 60-65. അയ്യോ ആണ്ട് പോയി. എന്തുവാ താണ്ട് പോയടാ? എന്തുവാ? നിന്നെ ഇപ്പൊ ആട്ടിയപ്പോ എന്റെ അണപ്പല്ല് ഇവിടെ തെറിച്ചു പോയി. അണപ്പല്ലായിരുന്നു. സ്വർണത്തിന്റെ എന്തുവാ പിന്നെ സ്വർണ്ണമെന്ന് പറഞ്ഞു. ഓ എനിക്ക് ആകപ്പാട് ഒരു അണപ്പല്ലേ ഉള്ളൂ. അത് സ്വർണം പോലെ ഞാൻ കൊണ്ടു നടക്കുക. അണ്ണാ അമ്പലത്തിൽ തിരുമേനി വന്ന് പറഞ്ഞു ഒരു 10 പൂമാല വേണമെന്ന് പറഞ്ഞു. എന്തിനാണ് 10 പൂമാല? ചെണ്ടമുളക്കാർക്ക് ഇങ്ങനെ നിന്നിട്ടില്ല. നീ എങ്ങനെ അനങ്ങരുത്. എന്താ വിയർപ്പിന്റെ അക്കോഹോമിയ നിനക്കുണ്ടാവും. ഞാൻ ഇപ്പൊ വീർത്തു പോയി. എടാ ഇപ്പോഴത്തെ കൊട്ടൊക്കെ എന്ത് കൊട്ട? ഞങ്ങളുടെ കാലത്ത് ആ കൊട്ട കൊട്ടയല്ല കൊട്ട. ആശാനും സെക്രട്ടറിയും പിന്നെ ഞാനും. അതങ്ങനല്ലോ. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും വന്നിട്ട് പേര് പറഞ്ഞ് കളിക്കില്ലേ? ഞങ്ങളുടെ മേള വന്നറിഞ്ഞ ആൾക്കാർ എന്തോ തള്ളാന്നറിയാവോ? ഇത് ഭയങ്കര തള്ളു. 50 ചെണ്ട, 25 വീക്ക്, 25 മണി, ഇതെല്ലാം കൂടെ വാടിപ്പിറക്കി വണ്ടിക്കകത്ത് വെച്ചിട്ട് പൂരപ്പറമ്പിലോട്ട് വന്ന് ഞങ്ങൾ ഇറങ്ങുക. എടാ ഈ കമ്മിറ്റിക്കാർ വന്നിച്ചും പറഞ്ഞു വേഗം പരിപാടി തുടങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഈ സാധനമൊക്കെ വാരി വലിച്ചിറക്കിയപ്പോ ആണ്ട് കിടക്കുന്നടാ 10 വീക്ക് കണ്ടില്ല. അയ്യോ പിന്നെ എന്തോ ചെയ്ത്? പിന്നെ കമ്മിറ്റിക്കാരാ വീക്ക് തന്നത്. എന്തോ വീക്കായിരുന്നു. വേളം മുറുകുന്ന പോലെ അല്ലായിരുന്നു. അന്നേരം സെക്രട്ടറിയോ? സെക്രട്ടറിക്ക് സങ്കല്പച്ചണ്ടയായിരുന്നു. അതെന്തോ സങ്കല്പിച്ചണ്ട? നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീയോടാ? ഇല്ല. കാനനം രാജ. അയ്യോ പൂക്കട രാജൻ എന്റെ പേര്. പൊന്നു മോനെ നീ ഒന്ന് കാണണം. അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തും, എന്നിട്ട് കോലെടുത്ത് കയ്യിൽ തരും, എന്നിട്ട് കൊട്ടണം. സങ്കല്പിച്ചോണം. അയ്യോ വെളുപ്പിനെ 5:30 വരെ നിർത്തിച്ച് കൊട്ടിച്ച് കളഞ്ഞില്ലേ? അപ്പൊ ആ മാമനൊന്നും കിട്ടിയില്ലേ? അടി എനിക്കൊന്ന് കിട്ടിയടാ. അത് ചുമ്മാരി 10-35 പേര് അടിക്കുമ്പോ ഒരെണ്ണമൊന്നും അല്ല കിട്ടുന്നത്. എടാ ഒന്ന് കിട്ടിയപ്പോ തറേ വീണ്. പിന്നെ ഇവന്മാരെല്ലാം എന്നെ ഇട്ട് ഉരുട്ടുകയായിരുന്നു, കാലെ പിടിച്ചിട്ട് കൊടയുകയായിരുന്നു, കയ്യെ പിടിച്ചിട്ട് കറക്കുകയായിരുന്നോ എന്നറിയത്തില്ല. പക്ഷെ ഈ കറക്കിയ കൂട്ടത്തിൽ ഈ കൈമണിയുടെ ഇടയിൽ ചെന്നെന്റെ തല പെട്ടോന്നൊരു സംശയം. ഇപ്പതേ ഈ ചെവിയില് ജലഞ്ഞിത്തര മേളം, ഈ ചെവിയില് ചിങ്കാരി മേളം. ഇപ്പൊ എനിക്ക് ഉറക്കമില്ലടാ. അതെങ്ങനാ തലേ തൃശ്ശൂർ പൂരം നടക്കുമല്ലയോ? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ലടാ കൊച്ചെ. എന്റെ അമ്മാവാ നമ്മൾ യോഗയിലൊക്കെ കണ്ടിട്ടില്ലേ? ഉറങ്ങാൻ നേരത്തെ 2 കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നക്കിയാൽ മതി. എടാ ഇങ്ങനെ ഞാൻ ആക്കിയടാ, എന്നിട്ട് ഉറക്കം വരുന്നില്ലേ? പിന്നെ വെളുപ്പിന് 5:30 വരെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ഉറങ്ങാനാ? എന്തോന്ന് പറയാനാണോ? അണ്ണാ എനിക്ക് ഉറക്കം വരുന്നില്ലണ്ടോ? നിനക്ക് ഉറക്കം വരുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. എടാ ഒരു കല്ലെടുത്തോണ്ട് വന്നടാ. അവന് ഉറക്കം വരുന്നില്ല. അപ്പൊ നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഈശ്വരാ ഭഗവാനെ കാത്തിരക്ഷിക്കുന്ന ദൈവമേ ഭഗവാനെ ഇവിടെ. അപ്പൊ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ലേ? അല്ല ആദ്യം നിന്റെ മൊബൈൽ തല്ലിപ്പൊട്ടിക്കണം, എന്നിട്ട് പോയി കിടന്നു കാര്യങ്ങൾ പറ. അമ്മാവന് കല്യാണ ആലോചന വേണം. നീ കൊറേ പെണ്ണ് കാണാൻ പോകുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അമ്മാവനൊരു പെണ്ണ് കാണണം. അത് ഞാൻ റെഡിയാക്കി കൊടുക്കും. അതാകുമ്പോ നിനക്കൊരു ജോലിയാവും, അമ്മാവനൊരു കൂട്ടുമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എനിക്ക് വേണ്ടി ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തണം. കണ്ടൊക്കെ പിടിച്ചു തരാം. എത്ര വയസ്സ് വേണം? ഒരു 20-ന്റെ താഴെ പിടിച്ചോ. ഇപ്പഴാ നീ ഒരു ഉപകാരം ചെയ്തേ. എന്താണോ? ഇന്നെങ്കിലും ഒരു റീത്ത് പോവല്ലോ. നല്ലൊരു പൂക്കടയായിരുന്നു. നല്ലൊരു കൈയിടിങ്ങൾ വരട്ടെ. രാജൻ ചേട്ടാ, വിഷ്ണു, രാജ്മോൻ, പ്രജിത്ത്, നല്ല സ്കിറ്റാണ്. നല്ല സ്കിറ്റാണ്. കാര്യം ഈ പറയുന്ന പോലെ ചിരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പുതിയൊരു കോമ്പിനേഷൻ ആണല്ലേ? 3 പേരും നന്നായിട്ടുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിൽ കുറേ നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യാൻ
ചാൻസ് ഉള്ളൊരു ടീമാണെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. രാജ്മോഹൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സ്കിറ്റ് ഭയങ്കരമായിട്ട് ഹൈ ആയി. അവിടെ മുതൽ നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടിടുന്നത് പോലെ തോന്നി. മറ്റേ പറഞ്ഞ് പുള്ളി വീഴാനായിട്ട് അതിനിടയ്ക്ക് വേറെ മാറ്ററൊക്കെ വന്നു. പക്ഷേ ആ വന്ന മാറ്ററൊക്കെ നല്ലതായിരുന്നു. ഓവറോൾ നോക്കുമ്പം രസമുള്ള കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്കിറ്റായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിരിക്കും നിങ്ങൾ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക? ഷാജൻ പറഞ്ഞ പോലെ നല്ല 3 ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ വേദിക്ക് ഇനി വളർന്നു വരാനുള്ള, ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വളരാനുള്ള 3 നല്ല ആർട്ടിസ്റ്റുകളാണ്. നല്ലോണം കീപ്പ് ചെയ്യുക, നല്ല സബ്ജക്റ്റുകൾ തപ്പുക, നല്ല കൗണ്ടറുകൾ തപ്പുക, പുതിയ പുതിയ കണ്ടന്റുകൾ തപ്പിയെടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ? ഞാൻ ഷാജോൻ പറഞ്ഞ കാര്യം ആദ്യത്തെ വേർഡ് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഇത് ഐറ്റം വേറയിൽ അടുത്ത വാഗ്ദാനങ്ങളുടെ ടീമാണ്, അടുത്ത ഓഫർ ടീമാണ്. കാര്യം നല്ല കോമ്പിനേഷനാണ്, നല്ല രസമുള്ള 3 പേരും. ഇപ്പം പ്രജിത്തിനാണെങ്കിൽ ഇന്ന് ടെൻഷൻ ഫ്രീ ആയിരുന്നു. വളരെ വളരെ സിമ്പിളായിട്ട് പ്രയത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിഷ്ണു ആണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ. പിന്നെ ഒരൊറ്റ പ്രശ്നം, നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേജിൽ മൈക്ക് വെച്ചിട്ട് അവിടുന്ന് അനങ്ങാതെ കളിക്കുന്ന രീതിയിലാണ് വിഷ്ണു കളിക്കുന്നത്. അപ്പോൾ ഇതിപ്പം പ്രജിത്ത് ചോദിക്കുന്ന ഉത്തരം പറയാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് ക്ലൈമാക്സ് ആ സാധനം ഈ ആർട്ട് പോലും നമുക്കൊരു ആർട്ടിഫിഷ്യൽ തോന്നി. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതിനൊരു സുഖമാണ്. രാജുമോനെ നിങ്ങളൊരു കിട്ടിലെ ആർട്ടിസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. അതായത് ഒന്നും തെറ്റാതെ നിങ്ങളുടെ കഥ പറച്ചിലൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവരെ നിർത്തുന്നത്. അതെ, ഇളകി കളിക്കുക. നിങ്ങൾ 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഇനി ഐറ്റം വേറയിൽ കിഡിലമായി കുറേ സ്കിറ്റുകളുമായിട്ട് നിങ്ങൾ വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് 3 പേര്. താങ്ക് യു പ്രചോദേട്ടാ. അപ്പോ മാർക്സ് നസീർക്ക? ഞാനൊരു 12,000 രൂപ. 12,000 രൂപ. ഞാനും ഒരു 12 രൂപ. 12, ടോട്ടൽ 24,000 രൂപ. ഷാജോൻ ചേട്ടാ? ചോദിക്കാനും പറയാനൊന്നുമില്ല. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. നല്ല മാർക്കാണ്. അപ്പോൾ ഒരു പുതിയ കോമ്പിനേഷൻ, ഒരുപാട് പുതിയ പുതിയ കോണ്ടന്റുകൾ, പുതിയ പുതിയ തമാശകളൊക്കെ ആയിട്ട് നിങ്ങൾ ഇനിയും വായും. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെയുടെ സ്വന്തം പത്തനംതിട്ട ടീമാണ് വരാൻ പോകുന്നത്. അടിപൊളി. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ഹരി, സുജിത് ആൻഡ് രാജേഷ് കൊട്ടാരത്തിൽ. ഹലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആണ്ടെ മുതലാളി, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വിളിക്കുന്നത്. എന്നെ വക്കീലെന്ന് വിളിയാൽ കേൾക്കാൻ എനിക്കൊരു കൊതിയില്ലയോ? എടാ, നീ ഇപ്പൊ അസിസ്റ്റന്റ് അല്ലയോ? അതിന് മൂത്ത് വരണം വക്കീലാകണമെങ്കിൽ. സ്വപ്നത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ മരുമോന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ നീ മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ വരുന്ന എന്തിനാന്നറിയാവോ? വസ്തുവിന്റെ ഓഹരിക്ക് വരുക. അതൊരു കാരണവശാലും സമ്മതിക്കരുത്. ഞാൻ ഇല്ലാത്ത വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ അവനെ വെട്ടിലാക്കിയ പോരെ? മതി. അത് ഞാൻ ഏറ്റു. പ്രണാമം. പ്രമാണം. കൊണ്ടുവാ. ഒരു കാര്യം പറയാനുള്ളത്, താമസിച്ചെന്നെ എന്റെ കാലിനകത്ത് ഭയങ്കര വേദന, എന്തുവാന്ന് അറിയത്തില്ല. വെരിക്കോസിന് എന്ത് ചെയ്യും? അത് ആദ്യം പാസ്പോർട്ടിന് അപേക്ഷിക്കണം. ഏതാ എന്റെ ഈ കാല് വെരിക്കോസ് വരുന്നതിനോ? വെരിക്കോസോ? ഞാനടുത്ത വേരിഫിക്കേഷനാണ്. വെരിഫിക്കേഷൻ അല്ല, ഈ വെരിക്കോസിന് എന്ത്? ഞാൻ വല്ല മരുന്ന് വല്ലതും ഉണ്ടോ? അതിനോട് മരുന്നുണ്ട്, അത് ഞാൻ മറന്നുപോയി. കിട്ടി. പറ. ഇടുക്കച്ചൊരു മരുന്നുണ്ട്. അത് പറ. നമ്മുടെ ഈ അട്ടയുണ്ടല്ലോ, അട്ട. ഏതാ നമ്മുടെ നാട്ടിലുള്ള എങ്ങനെ? നാട്ടിലെ അല്ല, അങ്ങ് കാട്ടില്ല. ആ അട്ട ഇടമ്പി പോണം. ഈ അട്ടയെ പിടിച്ചിട്ട് നീ എവിടെ കിടക്കുന്നേ? ഞാൻ വീട്ടിൽ കട്ടിൽ മെത്തക്കാത്ത കിടക്കുന്നത്. മെത്തക്കാത്താണ്. അട്ടയെ പിടിച്ച് മെത്ത കിടത്തണം. നിന്റെ കൂടെ അങ്ങ് കിടത്തണം. എന്നിട്ട് അഥവാ അത് കിടന്നില്ല, അത് മാറി എവിടെ ഇരുന്നോളും. ഇരുന്ന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഉറങ്ങിന്നറിയുമ്പോ ആദ്യത്തെ കൂർക്കുമ്പലേക്ക് അത് പമ്മി 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 വരും. വന്നിട്ട് ഈ വെരിക്കോസുള്ള ഞരമ്പില്ലേ, അവിടെ കയറി സൂപ്പർ കുടിക്കും. കുടിച്ച് നിറഞ്ഞ് ഒരു ഏമ്പൊക്കെ വിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞ് അതങ്ങ് പൊക്കോടും. ഞാൻ അറിയാവുന്ന ചോദിക്കുക, ഈ അട്ടയെ പിടിച്ച് മെത്ത ഇട്ടതിന്റെ കൂടെ കിടക്കുമോ? അത് നിനക്കറിയാമേ. അപ്പൊ എവിടെ നല്ല ആശുപത്രി പോണെന്നായി പറഞ്ഞേ. അതാന്നാ പറഞ്ഞത്. പിന്നെ അല്ലാതെ എന്തോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. എനിക്ക് ഷുഗർ കൂടുതലാ. അപ്പൊ ഷുഗർ മാറാൻ എന്ത് ചെയ്യണം? നീ വൈദ്യശാലയിലല്ലേ ഈ വന്നിരിക്കുന്നേ? അല്ല, നമ്മളേക്ക് അറിയാമെങ്കിൽ ചെറിയ പൊടിമതി വല്ലതും പറയാൻ എനിക്ക് ഉപകാരമാകത്തില്ലയോ? ഈ മുക്കുത്തി ഉണ്ടല്ലോ, അത് വെള്ളത്തിട്ട് തിളപ്പിച്ചങ്ങ് കുടിക്കണം. അമ്മച്ചിയുടെ മൂക്കുത്തി എടുക്കണോ അതോ പെങ്ങളുടെ മൂക്കുത്തി എടുക്കണോ? മോനെ, അപ്പച്ചി ഇല്ലയോ? ആ അപ്പച്ചിയുടെ മുക്കുത്തി എടുക്കണം. ഇയാളെ പൊട്ടാളല്ലേ പറഞ്ഞേ? മുക്കുത്തി പറഞ്ഞ ശരിയാ? അതാന്നാ പറഞ്ഞത്. അത് ഇവിടെ വെഞ്ഞാറം കൊണ്ട് പോവാൻ. അത് പറിച്ച് വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിക്കണം എന്നായി പറഞ്ഞത്. ഫോട്ടോ
ഓട്ട വന്നെങ്കിൽ ഇച്ചിരി എൻസിയിലും ഗോതമ്പ് കൂടെ കൂട്ടി തേച്ച് അടച്ചങ്ങ് വെക്കണം. ഈ ഓട്ടയുടെ കാര്യമല്ല പറഞ്ഞേ, ഒരു ആക്രോശം മുറ്റത്തോട്ട് വന്നോ. ആ അവനാ വന്നു കയറി ഇങ്ങനെ പറ്റിക്കരുത്. ഇത് കൊള്ളത്തില്ലല്ലോ, ഇത് കൊള്ളത്തില്ലല്ലോ. അത് കൊള്ളത്തിൽ എടുത്ത് കളാൻ മോനെ, അപ്പം വേറെ മേടിച്ചു തരും. ഇത് കൊള്ളത്തുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. തീ തീ തൂ, തൂ. തറോ തറോ അതല്ലെന്ന്. നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനുള്ള സ്വത്ത് എങ്ങനെയും പെട്ടെന്ന് എഴുതി തരണം. കണ്ടവന്റെ വാശി കണ്ടോ? എന്റെ പൊന്നുമനെ ഞാൻ ഇവന് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തതാ. കൊടുത്തയാ? പിന്നെ മൊത്തം സാധനം പിന്നെ വന്നേണോ? പിന്നല്ലയോ, ഇവൻ ഡെയിലി വരും, ഡെയിലി ഓട്ടോ വിളിച്ച് വരുവാ. അങ്ങനെ ഓട്ടോക്കാരന് കൂലി കൊടുത്ത് അയാൾക്ക് ഇപ്പൊ 5 ഓട്ടോയുണ്ട്. കൂലിക്ക് ആളിനെ വെച്ച് അയാൾ ഇപ്പൊ ഓടിക്കുക. കൊള്ളാം. അതങ്ങ് പോട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തുന്നല്ലേ. അതെ. ഞാൻ ഇവന് 2 ലക്ഷം രൂപ കൊടുത്തതാണ്. കൊടുത്ത് മുടിഞ്ഞോനുവാ. എന്നിട്ട് എന്തോ ചെയ്യുന്നറിയോ, ഈ 2 ലക്ഷം രൂപ കൊണ്ട് ഇവൻ അങ്ങ് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം അവന്റെ വീട്ടിൽ നല്ല കറുത്ത് ഒരു പുൽപ്പട്ടി ഉണ്ടായിരുന്നു. അതിന്റെ രോമം എല്ലാം അങ്ങ് വടിച്ചെടുത്ത്. ഈ 2 ലക്ഷം രൂപയ്ക്കോ? ആ എന്ത് ചെയ്ത പൂടാ? അയ്യോ, അതായി ഇരിക്കുന്നേ പട്ടിപ്പൂടയോ? ആ കഷണ്ടിത്തലയായിരുന്നു, കഷണ്ടിത്തല. ഇപ്പൊ മനുഷ്യന്റെ തലയിൽ പേനല്ലയോ, ഇവന്റെ തല ചെള്ള, പട്ടിച്ചെള്ള്. ഇനി പട്ടി ബിസ്ക്കറ്റ് തിന്നുന്ന ആര് കണ്ട്? കൂടുതൽ കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ 6 സെന്റ് താ, എന്റെ 6 സെന്റ് താ. ആദ്യം 1 സെന്റ് മേടിച്ച് ഒന്ന് അടിക്കും. ഇനിയുണ്ട്, അത് പറ. ഇവനൊരു അക്വേറിയത്തിന്റെ കട ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുത്തു? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൊടുത്തു മുടിഞ്ഞവനാ. എങ്ങനെയുണ്ട്, കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ പിന്നെ എന്ന് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം കടയിലോട്ട് കയറി ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോ പതിവില്ലാത്തൊരു ചോദ്യം, അച്ഛൻ ചോറുണ്ടോ? വരും മോന്റെ സ്നേഹം. ഞാനത് ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല. എന്നാ കഴിച്ചേക്കാം. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് കൂട്ടാൻ? ഗപ്പിത്തോരൻ. അപ്പൊ ഞാനും ഓർത്ത് ഞാൻ തൊട്ട് കഴിച്ചിട്ടില്ല. എന്നാ അതൊന്ന് നോക്കാം, കൊള്ളാവുന്നായിരിക്കും. എന്നാ ഗപ്പിത്തോരനും ഒക്കെ എടുത്ത് ചോറ് വെക്കടിച്ചിട്ട് പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് ശരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തിന്നിട്ടില്ല. നല്ലപോലെ അങ്ങ് കഴിച്ച് ഞാൻ ചോദിച്ചു എവിടുന്നാ ഗപ്പി? ഞാൻ പറയും വലിയ മീനെ പിടിക്കാനെ കൊണ്ട് വെച്ചത് മണ്ണീരെ ബാക്കി വന്നില്ല, അതായിരുന്നു. ഞാനേ ഒരു കാര്യം പറയട്ടെ, എനിക്കല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവക്ക് കൊടുക്കാനുള്ള വിഹിതമാ. എനിക്ക് എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് മതി എനിക്ക്. വക്കീലെന്ന് വിളിക്കൊണ്ട് ഒന്നും തോന്നരുതേ, ചുമ്മാ വിളിക്കുന്നത്. കൊതിക്കല്ല. ഞാനേ ഒരു കാര്യം പറഞ്ഞെന്തറിയാം, ആ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, എന്നാ ഇവിടെ പണിക്കും മേലക്കും പോകണ്ടേ? ഇപ്പൊ ഒരു പണിക്ക് ഇവൻ പോകത്തില്ല, ജോലിക്കും പോകത്തില്ല. എന്റെ പൊന്നുമക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ദിവസം ഇവിടെ ആര് വന്ന് വസ്തു ചോദിക്കും? ഡെയിലി വരാനാ. അതിന് കഴിഞ്ഞ ദിവസം എനിക്ക് വരാനും പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു ബംഗാളിയെ വിളിച്ചു വിട്ടത്, 300 രൂപ ശമ്പളം കൊടുത്തു. എന്തുവാടാ പറയുന്നേ? എന്നിട്ട് അത് പോട്ടെ, ഒന്നും അറിയാത്ത ബംഗാളി ഇവിടെ വന്നെ പറോന്ന് അവനും പറഞ്ഞിട്ട് പോയി. ഒരു കാര്യം ചെയ്യും, നിന്റെ ഇപ്പൊ ഈ വസ്തുവിന്റെ പ്രശ്നം എങ്ങനെ തീർക്കല്ലോ? ഈ ഇത് അതിനുള്ള വകുപ്പ് എന്തുവാ? വസ്തുവിന്റെ ഇടപാട്, വസ്തുവിന്റെ വകുപ്പ് 369 അല്ലെങ്കിൽ 475 ബാറോ ആയിരിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊന്നൊന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. 170 കൊള്ളാവോ? കൊള്ളാവോന്നോ? ഒരു അക്കം പറഞ്ഞാൽ അത് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ടാ ഒരു 108 വിളിച്ചപ്പോ ഞാൻ ഇവിടെ നിന്നെ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ പിന്നെ കള്ളക്കേസ് പിടിച്ച് അകത്തിടേണ്ട സമയമാണ്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിലുണ്ടല്ലോ, 15-ാം തീയതി കരുനാഗപ്പള്ളി കോടതി അവധിയാ. അത് വിട്, കരുനാഗപ്പള്ളി കോടതി വിട്, അത് വിട്. സൂപ്പർ കോടതിയല്ലേ കൊല്ലത്ത്? ആണോ? അയ്യോ, അതൊന്ന് കാണണം. കോടതി കിടുക്കാച്ചി കോടതി. ആ കോടതി കണ്ടാൽ തന്നെ ഒരു അഴക. അവിടെ ജഡ്ജിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, വല്ല തക്കടി എടുത്ത് മമ്മൂട്ടി തോറ്റു പോകും. അവിടുത്തെ കാന്റീനിൽ ഉഴുന്നു വട, എന്തോ വടയാന്നറിയോ? ചായ ഊണ് മോശമാണോ? നല്ല കിടുക്ക സാധനം മൊത്തം. അത് തന്നെ എത്രയോ പേരെ തൂക്കിക്കൊന്ന കോടതിയാന്നറിയാം. കേട്ടിട്ടൊക്കെ കൊതിയാവുക. ആരെങ്കിലും കൊന്നിട്ടൊക്കെ പോടാ. എന്റെ രസമല്ലേ അവിടെ? എന്തുവാ മരുന്ന് കഴിക്കണ്ടേ? അതെന്തുവാ ഇപ്പൊ കുടിച്ചേ? ഞാൻ ഈ വാദത്തിനുള്ള മരുന്ന് കുടിച്ചതാ. അത് ശരി, എല്ലാ വക്കീലന്മാരും പോലെ തുള്ളിമരുന്ന് കുടിച്ചാണ് വാദിക്കുന്നത്. അതല്ല, ഈ കാലിനൊക്കെ വാദമുണ്ട്, അതിന്റെ മരുന്ന് കുടിച്ചതാ. കാലിന്റെ വാദത്തിൽ? അല്ല മുതലാളി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര ഏക്കറുണ്ട്? 4 എണ്ണം ഉണ്ട്, 2 എണ്ണം ഇല്ലാച്ചിക്ക. എത്ര നിക്കറുണ്ടെന്നല്ല ചോദിച്ചാ, മൊത്തത്തിൽ എത്ര ഏക്കർ ഉണ്ടെന്ന് പറ. ഏക്കറോ? സത്യം പറഞ്ഞാ ഇത് മൊത്തത്തിൽ 6 ആയിരുന്നു. എങ്ങനെ? ഇത് 6 ആയിരുന്നു. മോനെ നിനക്ക് പണിയുണ്ടാ? ഇത് 6 ആയിരുന്നു. ഇത് നികത്തേത് മൊത്തം എടുത്തേക്കുന്നത് മനസ്സിലായി? തണ്ണീർത്തളം നികത്തി കഴിഞ്ഞ കേസ് വേറെ, അതറിയാവാ? എന്റെ പൊട്ടന്മാരെ, അതല്ല പറഞ്ഞത്. ഇത് 6 ഏക്കർ വസ്തുവായിരുന്നെന്ന്. അങ്ങനായിരുന്നു? അതിനല്ലാതെ വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. ഇനിയിപ്പോ എന്താ ചെയ്യും? എന്താ ചെയ്യാനാ? പാറോ പിന്നെ നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു കൈയടി. ഹരി, സുജിത്ത്, രാജേഷ്,
നന്നായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു ക്യാരക്ടേഴ്സൊക്കെ പിടിച്ച് നമുക്ക് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾ തന്നു എന്നുള്ളതാണ്. നിങ്ങൾ മൂന്ന് പേരുടെയും പോർഷൻസൊക്കെ കൃത്യമാക്കി. എങ്ങനെയുണ്ട് ഇപ്പം പ്രോഗ്രാംസ് ഒക്കെ വെളിയിൽ നിന്ന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരുപാട് ഉണ്ട്. ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞ ദിവസം ഹരിയുടെ പാട്ട് കേട്ടല്ലോ, എവിടെയോ പോയി ഹരി എവിടെയോ സ്റ്റേജിൽ പാടുന്ന കേട്ടല്ലോ. അതൊരു ഭജന നടക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രത്യേകത. സുഹൃത്തിന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേ എല്ലാം നമ്മുടെ കൂട്ടുകാരായിരുന്നു. ഓക്കെ. അപ്പം അവരെ കണ്ടോണ്ട് ഞാൻ പണ്ടത്തെ ഇപ്പം അങ്ങോട്ട് കയറിയിരുന്നുള്ളത്. ഓക്കെ. രാജേഷ് എന്ത് പറയുന്നു? പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു. കുഴപ്പമില്ലാതെ പറയാൻ പേടിയാ. ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ സ്കിറ്റ് കൊതിച്ചില്ലെന്നും പറഞ്ഞു എപ്പോഴും ചോദിക്കണതായിരിക്കും. പ്രോഗ്രാം നമ്മളിപ്പോ ഇനിയിപ്പോ എടുക്കുന്നില്ല. എടുത്തത് പക്ഷെ കുറെ അങ്ങ് ആയിപ്പോയി. എടുത്തത് നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. അതല്ലേ എഗ്രിമെന്റിൽ എഴുതി വെച്ചിരിക്കുക. അതെ. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ വിളിക്കുമ്പോൾ 3 പേര് ഒന്നിച്ചാണോ പോണത് അതോ സെപ്പറേറ്റ് ആണോ? ഒന്നിച്ച്. എന്തായാലും നന്നായിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് ഒരുപാട് സ്കിറ്റുകൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത സ്കിറ്റുകളുമായിട്ട് വരിക. 3 പേരും ഇത് നിങ്ങളുടെ ക്യാരക്ടർ പരിപാടികൾ ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് എന്ന് പറയും. താങ്ക് യു ചേട്ടാ. ഷാജു ചേട്ടാ, ഹരി, സുഹൃത്തെ, രാജേഷേ, നന്നായിരുന്നു. ചില തമാശകളും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പം കുഴപ്പമില്ല. നമ്മൾ ഈ രസമുള്ളൊരു, പക്ഷേ നമ്മളെപ്പോഴും അറിയാലോ, നമ്മുടെ കുഴപ്പമല്ല, പ്രേക്ഷകരുടെ കുഴപ്പമല്ല, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് വേറൊരു റേഞ്ചിലാണ്. അപ്പോൾ ആ റേഞ്ചിലുള്ള പരിപാടികളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴെന്നും നമുക്ക് ഒരേപോലെ നമുക്ക് ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പ്രോഗ്രാംസ് വരുന്നത് ഒഴിവാക്കണം എന്നല്ല കേട്ടോ, ഇതിനും കൂടെ ഒരു സമയം കണ്ടെത്തിയിട്ട് പ്രോഗ്രാംസും ഇതും ഒരേപോലെ കൊണ്ടുപോകാന്നുള്ളത്. അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ടൈമെല്ലാം ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആരെങ്കിലും നല്ലൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ആരെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരാളെയൊക്കെ വെച്ചാൽ എല്ലാം കൂടെ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ഇതേപോലൊരു ഷോയ്ക്ക് നമ്മൾ വരുന്നത് എന്തിനാണ്? ഇതുകൊണ്ട് നമുക്ക് നല്ല നല്ല പ്രോഗ്രാംസ് കിട്ടണം, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം, സീരിയൽസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അപ്പം അങ്ങനെ നോക്കുമ്പം കുഴപ്പം വരില്ല. ഇത് ഏതെങ്കിലും ഒന്ന് പോകുമ്പോഴാണ് കുഴപ്പമാകുന്നത്. ഇവിടെ ഗംഭീര ഷോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുള്ളൂ. അപ്പം അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് നെക്സ്റ്റ് ടൈം വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഇത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഷാജോണും പ്രചോദും പറഞ്ഞ പോലെ നിങ്ങളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പാറ്റേണിലേക്ക് ഇതിനെത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പം വെടിയും പൊക്കെ ഒരു സാധനം ഇരുന്ന് ആലോചിക്കുക, വെടിയും പൊക്കെയായിട്ട് ചെയ്യുക. ദൈവന്റെ മുഖം നോക്കിയടാ, അരിയുടെ മുഖം വയ്യാത്തോണ്ടല്ലേ, അല്ലാതെ വൈരാഗ്യമൊന്നും അല്ലല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോ ഷാജു ചേട്ടാ, നമുക്ക് മാർക്സ് കൊടുക്കാം. ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ. നസീർക്ക? ഞാൻ പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്? ഞാനും 10,000 കൊടുത്തേക്കാം, ഇനി പിണക്കം വരികയല്ല. ടോട്ടൽ 20,000 ആയിട്ടുണ്ട്. ഞാൻ കൊടുത്തേക്കാം. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. പഴയ ഒരു 75, ആ പ്രൗഢി 75 ഒന്നൊക്കെ അടിച്ച് ഇത്തരം സാധനമൊക്കെ ആയിട്ട് വരണം. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് ചിരിച്ചു, നന്നായിട്ട് ആസ്വദിച്ചു. അപ്പൊ എങ്ങനെയാ പോവല്ലേ? ജീവ, യെസ് പ്ലീസ്. നല്ല ഹൽവ സ്കിറ്റ് ആയിരുന്നു. അല്ല, ഹൽവ എപ്പിസോഡായിരുന്നു. അപ്പൊ ഈ അലുവ പോലെ അടുത്ത ദിവസം സ്കിറ്റ് അടിപൊളിയായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളും വരണം. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ശുഭരാത്രി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.